ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ മക്കൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിനായാണ് പ്രിസം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പദ്ധതി കടലാസിൽ ഒതുങ്ങാതെ കോഴിക്കോടിന് അഭിമാനമായി നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു. ഇനി പദ്ധതി വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ. അതിനായുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. കഞ്ചാവ് വിൽപ്പന. നഗരത്തിൽ എക്സൈസ് സംഘത്തിന്റെ പരിശോധന കർശനമാക്കുന്നു. ഈ വർഷം പിടിച്ചെടുത്തത് 10 കിലോയിലധികം കഞ്ചാവ്. ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിച്ച റോബോട്ടുകൾ കുട്ടികൾക്ക് മുമ്പിൽ. എഡ്യൂടെക്കിന്റെ റോബോട്ടിക് പഠന ക്ലാസ് ശ്രദ്ധേയമായി. പ്രിസം പദ്ധതി സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുമെന്ന് എ പ്രദീപ് കുമാർ MLA. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്ന കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം ഈ മാസം 24-ന് ഉദ്ഘാടനം ചെയ്യും. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന വ്യാപകമായി സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രിസം പദ്ധതി നടപ്പാക്കുമെന്ന് എ പ്രദീപ് കുമാർ MLA. പ്രിസം പദ്ധതിയുടെ ഭാഗമായി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്ന കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കെട്ടിടോദ്ഘാടനം ഈ മാസം 24-ന് നടക്കുമെന്നും MLA വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രിസം പദ്ധതിയുടെ ഭാഗമായി കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബ്ബ് ഈ മാസം 24-ന് നിർവഹിക്കും. സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സൌകര്യം ഉറപ്പുവരുത്തുക എന്ന കാഴ്ചപ്പാടോടെ കോഴിക്കോട് നോർത്ത് അസംബ്ലി മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് പ്രിസം. നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരപ്പറമ്പ്, മെഡിക്കൽ കോളേജ് ക്യാമ്പസ്, ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് പ്രിസം പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. 2010-ൽ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക് പ്രിസം പദ്ധതിക്കായി പ്രത്യേകമായി അനുവദിച്ച 5 കോടിയോളം രൂപയും MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 2 കോടി രൂപയും ഉൾപ്പെടെ 7 കോടി രൂപ ചെലവിലാണ് കാരപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. കാരപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിസം പദ്ധതിയിൽ നിർമ്മിച്ച കെട്ടിടോദ്ഘാടനത്തിന്റെ ഭാഗമായി നഗരത്തിൽ വിളംബര റാലി നടത്തി. വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. PTA പ്രസിഡന്റ് KP സലീം, പ്രധാന അധ്യാപിക TK അജിതകുമാരി, പ്രിൻസിപ്പൽ A രമ, കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. നീതി നിഷേധിക്കപ്പെട്ട മുതലക്കുളത്തെ അലക്കുതൊഴിലാളികൾക്ക് കോർപ്പറേഷന്റെ കനിവ്. ഒരുപാട് വർഷത്തെ പോരാട്ടത്തിനും കാത്തിരിപ്പിനും ശേഷം തൊഴിലാളികൾക്ക് പ്രാഥമിക സൌകര്യം ഒരുക്കിയിരിക്കുകയാണ് കോർപ്പറേഷൻ. പ്രദീപ് ഒളവണ്ണയുടെ റിപ്പോർട്ടിലേക്ക്. നഗരത്തിലെ പൗരാണികവും ചരിത്രപരവുമായ തൊഴിൽ മേഖലയിലൊന്നാണ് അലക്കുതൊഴിൽ. 150 വർഷത്തെ പാരമ്പര്യവും വിശ്വാസ്യതയുമാണ് കോഴിക്കോട്ടെ മുതലക്കുളത്തെ അലക്കുതൊഴിലിനുള്ളത്. തലമുറകളിലൂടെ കൈമാറി വന്ന ഈ തൊഴിൽ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ പലപ്പോഴും ചെയ്തിട്ടുള്ളത്. പ്രായമുള്ളവരടക്കം 100-ലധികം പേരാണ് ഇവിടെ ഓരോ ദിവസവും തൊഴിൽ ചെയ്തു വരുന്നത്. ചുട്ടുപൊള്ളുന്ന വെയിലത്തും കോരിച്ചൊരിയുന്ന മഴയത്തും കഠിനാധ്വാനത്തോടെ ജോലി ചെയ്തു തളരുന്ന ഇവർക്ക് തൊഴിലെടുക്കാനായി ഒരു മേൽക്കൂര തീർത്ത് തരാൻ പലതവണ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും നിരാശ മാത്രമാണ് ഫലം. അധികൃതരുടെ ശ്രദ്ധ ഈ മേഖലയിൽ ഉണ്ടാവണമെന്നാഗ്രഹിച്ച ഹാസ്യ സാമ്രാട്ട് രാമദാസ് വൈദ്യർ ഒരിക്കൽ ഇവിടെ അലക്കുകല്ലിന് പൊന്നാട അണിയിച്ച് ഉദ്യോഗസ്ഥ വൃന്ദത്തെ നാണിപ്പിച്ചിരുന്നു. അതോടെ ആരും തിരിഞ്ഞു നോക്കാതിരുന്ന ഇവരെക്കുറിച്ച് പലപ്പോഴും വാതോരാതെ സംസാരിച്ചത് മാത്രം മിച്ചമായി. മുതലക്കുളത്തെ അലക്കുതൊഴിലാളികൾക്ക് വസ്ത്രം മാറാനോ പ്രാഥമിക ആവശ്യങ്ങൾക്കോ ഇവിടെ യാതൊരുവിധ അടിസ്ഥാന സൌകര്യവുമില്ലെന്നത് മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ്. മാനുഷിക പരിഗണന കണ്ട് അടിസ്ഥാന സൌകര്യമെങ്കിലും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ ഓംബുഡ്സ്മാൻ, കോർപ്പറേഷൻ തുടങ്ങി സർക്കാർ മേഖലകളിൽ മുറവിളി കൂട്ടിയെങ്കിലും യാതൊരുവിധ നടപടിയും അധികൃതർ കൈക്കൊണ്ടില്ല എന്നത് ഏറെ ദുഃഖകരമാണ്. എന്നാൽ ഇന്ന് കോർപ്പറേഷൻ അലക്കുതൊഴിലാളികളോട് കനിവ് കാട്ടിയിരിക്കുകയാണ്. വളരെ ചെറുതാണെങ്കിലും ഓരോ ശൌചാലയവും കേവലം 6-7 പേർക്ക് മാത്രം വിശ്രമിക്കാനും വസ്ത്രം മാറാനുമായി ഒരു കെട്ടിടം കോർപ്പറേഷൻ ഇവർക്കായി ഇവിടെ നിർമ്മിച്ചു വരികയാണ്. പതിറ്റാണ്ടുകളായി അവഗണനയും നീതി നിഷേധവും മാത്രം പേറുന്ന കോഴിക്കോട്ടെ മുതലക്കുളത്തെ അലക്കുതൊഴിലാളികൾ കോർപ്പറേഷന്റെ നടപടികളിൽ തൃപ്തരല്ല.
ചൂടിലും മഴയിലും തൊഴിൽ ചെയ്യുന്ന ഇവർക്ക് ഈ പ്രവൃത്തി ചെയ്യുന്നതിനായി ഒരു മേൽക്കൂര നിർമ്മിച്ചു നൽകുകയാണ് പ്രധാനമായും വേണ്ടത്. സ്വന്തമായി വീടോ വീട്ടുകാരോ ഇല്ലാത്തവരും പ്രായാധിക്യത്താൽ തൊഴിലെടുക്കാൻ വിധിക്കപ്പെട്ടവരും തുടങ്ങി നിരവധി പേരാണ് വിഷമവൃത്തത്തിൽ കുരുങ്ങി ഇവിടെ ജോലി ചെയ്യുന്നത്. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തുണികൾ അലക്കി വെളുപ്പിക്കുന്നത് കണ്ടിട്ടും ഇവർക്കു നേരെ നീളേണ്ട സഹായഹസ്തത്തിന് വെളുത്ത മനസ്സ് വന്നില്ലെന്ന് വേണം പറയാൻ. പഴമയുടെ തലയെടുപ്പുമായി 2 കിണറുകളും വസ്ത്രമലക്കാനായി കാരണവർ സ്ഥാനം കയ്യാളും മട്ടിലിരിക്കുന്ന കലക്കുകല്ലുകളും വെള്ളം നിറയ്ക്കാനുള്ള പീപ്പകളും ഈ അലക്കു സാമ്രാജ്യത്തിലെ പരമ്പരാഗത വസ്തുക്കളായി വേണം മാനിക്കാൻ. അതേപോലെ നീതി നിഷേധിക്കപ്പെട്ടവരും അംഗീകാരം ലഭിക്കാത്തവരുമായ ഇവിടുത്തെ തൊഴിലാളി വർഗത്തെ സംരക്ഷിക്കാനും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അധികൃതർ ഇനിയും വൈകിക്കൂടാ. ജില്ലാ വാർത്തകൾക്കു വേണ്ടി ക്യാമറമാൻ ജഷാദ് അച്ചുവിനൊപ്പം പ്രദീപ് ഒളവണ്ണ. ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിച്ച റോബോട്ടുകളെക്കുറിച്ചുള്ള പഠനം കുട്ടികളിൽ കൗതുകമുണർത്തി. കോഴിക്കോട് നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എഡ്യൂടെക്കിന്റെ നേതൃത്വത്തിൽ റോബോട്ടുകളെക്കുറിച്ചുള്ള ക്ലാസ് നടന്നത്. ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യം കൊണ്ട് ആളില്ലാതെ കാറോടിക്കുകയും സമുദ്രത്തിന്റെ അടിത്തട്ടുകളിലെ അതീവ രഹസ്യങ്ങൾ തേടിയുള്ള യാത്രയും റോബോട്ടുകൾ ചെയ്യുന്നത് വൈജ്ഞാനിക കൗതുകമുണർത്തി. എഡ്യൂടെക്കിന്റെ നേതൃത്വത്തിൽ നടക്കാവ് ഗേൾസ് ഹൈസ്കൂളിലാണ് റോബോട്ടുകളെക്കുറിച്ചുള്ള ക്ലാസ് നടന്നത്. പ്രിസത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ് എന്നിവ ഉൾപ്പെടുന്ന സ്റ്റെം പഠന പദ്ധതിയാണ് വിദ്യാർത്ഥികളിൽ കൗതുകമുണർത്തിയത്. ലെഗോ മൈൻസ്റ്റോം എന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ARM9 പ്രോസസറിലൂടെയാണ് റോബോട്ടുകളുടെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നത്. മനുഷ്യർ ചെയ്യാൻ മടിക്കുന്ന ജോലികൾ, പ്രതിബന്ധങ്ങൾ അടങ്ങിയ പ്രവൃത്തികൾ, അപായകരമായ തൊഴിലുകൾ എന്നിവ റോബോട്ടുകൾ ചെയ്യും. മനുഷ്യരിലെ പോലെ തിരിച്ചറിവും പദ്ധതിയും പ്രവൃത്തിയും തന്നെയാണ് റോബോട്ടുകളുടെ പ്രവർത്തന രീതിയെന്നും നെക്സ്റ്റ് ബ്രിക്കാണ് റോബോട്ടുകളുടെ തലച്ചോറെന്നറിയപ്പെടുന്നതെന്നും എഡ്യൂടെക് അസോസിയേറ്റ് തലവൻ ക്രിസ്റ്റഫർ ദാസ് പറഞ്ഞു. നടക്കാവ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ MLA A പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് മുസ്തഫ, ജോസഫ് സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. 4.5 കിലോ കഞ്ചാവുമായി കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി നജീബ് പിടിയിലായി. സ്കൂൾ കുട്ടികൾക്കും മറുനാടൻ തൊഴിലാളികൾക്കും കഞ്ചാവ് വിൽക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം അത്തോളിയിൽ വെച്ച് പിടികൂടിയത്. 4.5 കിലോ കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി. തളിപ്പറമ്പ് ചേലേരി മഠത്തിൽ BP നജീബാണ് പാവങ്ങാടിക്ക് സമീപം അത്തോളി റോഡിൽ കഞ്ചാവ് വിതരണത്തിനിടെ പിടിയിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് തന്ത്രപരമായ നീക്കത്തിലൂടെ ഇയാളെ വലയിലാക്കുകയായിരുന്നു. വിദ്യാർത്ഥികൾക്കടക്കം വിതരണം ചെയ്യാനുള്ളതാണെന്ന് പ്രതി സമ്മതിച്ചതായി എക്സൈസ് അധികൃതർ പറഞ്ഞു. തിരുപ്പൂരിൽ നിന്നാണ് കഞ്ചാവ് കൊണ്ടുവന്നത്. പ്രതിയെ വടകര നാർക്കോട്ടിക് കോടതിയിൽ ഹാജരാക്കി. സ്പെഷ്യൽ സ്ക്വാഡിലെ RN ബൈജു, KP രാജേഷ്, K ജുബീഷ്, R രഞ്ജിത്ത്, N സുജിത്ത് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. കേരളോത്സവത്തിന്റെ ഭാഗമായി സ്റ്റേജിതര മത്സരങ്ങൾക്ക് തുടക്കമായി. കോഴിക്കോട് കോസ്മോപൊളിറ്റൻ ക്ലബ്ബിൽ നടന്ന സ്റ്റേജിതര മത്സരങ്ങളിൽ നിരവധി പേർ പങ്കെടുത്തു. കോഴിക്കോട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കേരളോത്സവത്തിന്റെ സ്റ്റേജിതര മത്സരങ്ങൾക്ക് തുടക്കം. കോസ്മോപൊളിറ്റൻ ക്ലബ്ബിൽ ഉപന്യാസ രചന, കഥാരചന, ജലച്ഛായ മത്സരം, കവിതാ രചന, പെൻസിൽ ഡ്രോയിങ് എന്നീ മത്സരങ്ങളാണ് നടന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ത്രീ ആക്രമിക്കപ്പെടുമ്പോൾ തെരുവ് എന്നിവയാണ് വിഷയീഭവിച്ചത്. ശനിയാഴ്ച ടൗൺ ഹാളിൽ നടക്കുന്ന സ്റ്റേജ് പരിപാടികൾ മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്യും. കർണാട്ടിക് സംഗീതം, വായ്പാട്ട്, ക്ലാസിക്കൽ ഹിന്ദുസ്ഥാനി, ലളിത സംഗീതം, ഫ്ലൂട്ട്, തബല, മൃദംഗം, ഹാർമോണിയം, ഗിത്താർ, വയലിൻ, കഥാപ്രസംഗം, മോണോ ആക്ട്, കവിതാലാപനം, പ്രസംഗം, നാടോടി നൃത്തം, മോഹിനിയാട്ടം, കുച്ചിപ്പിടി, ഭരതനാട്യം എന്നീ മത്സരങ്ങൾ ടൗൺ ഹാളിൽ നടക്കും. നേരത്തെ കലോത്സവത്തിന്റെ ഭാഗമായി നടന്ന കായിക മത്സരം നവംബർ 15 മുതൽ 19 വരെയാണ് നടന്നത്. കേരളോത്സവം 23-ന് സമാപിക്കും. വാർത്തകളിൽ ഒരിടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഒരു മംഗല്യമുണ്ട്. ആ മംഗല്യത്തിൽ ഒരു പട്ടുണ്ട്. ആ പട്ടിന് ഇനി 10 പ്രത്യേകതകളുണ്ട്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സൗഗന്ധിക പെർഫെക്റ്റ് ടൺ. ഷെയ്ഡ്, ടെക്സ്ചർ, ബ്ലെൻഡ് തുടങ്ങി നെയ്ത്തിലെ 10 പൊരുത്തങ്ങൾ ഒരുമിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബ്രൈഡൽ സാരി. പെർഫെക്റ്റ് ടൺ ഫ്രം കല്യാൺ സിൽക്സ്. മംഗല്യ പട്ടിന് ഇനി 10-ൽ 10 പൊരുത്തം. അടുത്ത വർഷം ഞങ്ങളുടെ വിവാഹമാണ്. ഇവൾക്ക് സ്തനാർബുദമാണ്. എന്നാൽ ഞങ്ങളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇവളുടെ ക്യാൻസർ പൂർണ്ണമായും മാറും.
ക്യാൻസർ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഒരു മാറാരോഗമായി കണക്കാക്കാൻ കഴിയില്ല. കൃത്യസമയത്തുള്ള ശരിയായ ചികിത്സയിലൂടെ ഈ രോഗം ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ മറികടക്കാൻ ഒരു രോഗിക്ക് ആദ്യം വേണ്ടത് ഇവരെപ്പോലെ മനക്കരുത്തും ആത്മവിശ്വാസവുമാണ്. വാർത്തകളിലേക്ക്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി SDE ഫെസ്റ്റ് 2014 നവംബർ 22-ന് ആരംഭിക്കും. തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം നടക്കുക. യൂണിവേഴ്സിറ്റിയുടെ നിയന്ത്രണത്തിലാണ് സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായുള്ള കലോത്സവം നടത്തപ്പെടുന്നതെന്നും ഇതിലെ ജേതാക്കൾ ഇന്റർസോൺ കലോത്സവത്തിലേക്ക് യോഗ്യത നേടുമെന്നും സംഘാടകർ പറഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദൂര വിദ്യാഭ്യാസ വിഭാഗം കലോത്സവം കോഴിക്കോട് മേഖലാ മത്സരങ്ങൾ നവംബർ 22, 23, 29, 30 തീയതികളിൽ പുറക്കാട്ടിരി തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 22, 23 തീയതികളിൽ സ്റ്റേജ് ഇതര മത്സരങ്ങളാണ് നടക്കുന്നത്. 55 ഇനങ്ങളിലായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകൃത കൌൺസിലിംഗ് സെന്റർ, പ്രോഗ്രാം സെന്റർ, മറ്റ് സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം 80ഓളം സ്ഥാപനങ്ങളിൽ നിന്നുള്ള 3000ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും. ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളിൽ മന്ത്രിമാർ, MP-മാർ, MLA-മാർ, യൂണിവേഴ്സിറ്റി പ്രതിനിധികൾ തുടങ്ങി പ്രമുഖർ പങ്കെടുക്കുമെന്ന് മുഖ്യ രക്ഷാധികാരി രാജേഷ് മേനോൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശനി ഞായർ തീയതികളിൽ ഓഫ് സ്റ്റേജ് ഐറ്റംസും 29, 30 തീയതികളിൽ സ്റ്റേജ് ഐറ്റംസും പുറക്കാട്ടിരി ചെറുകുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 1ഉം 2ഉം സ്ഥാനം കരസ്ഥമാക്കുന്നവർ ഡിസംബർ 2ാം വാരത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കുന്ന ഇന്റർസോൺ കലോത്സവത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടും. CPIM 21ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള ലോക്കൽ ഏരിയ സമ്മേളനം നടന്നുവരികയാണ്. കോഴിക്കോട് ചെത്തുതൊഴിലാളി ലോക്കൽ സമ്മേളനം M. വാസുവേട്ടൻ നഗറിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. CPIM 21ാം പാർട്ടി കോൺഗ്രസ് 2015 ഏപ്രിൽ മാസം വിശാഖപട്ടണത്താണ് നടക്കുന്നത്. ഇതിനു മുന്നോടിയായുള്ള ഏരിയ ലോക്കൽ സമ്മേളനങ്ങൾ നടന്നുവരികയാണ്. കോഴിക്കോട് CPM ചെത്തു വ്യവസായ തൊഴിലാളി ലോക്കൽ സമ്മേളനം ചെത്തുതൊഴിലാളി വ്യവസായ യൂണിയൻ ഹാളിൽ തയ്യാറാക്കിയ M. വാസുവേട്ടൻ നഗറിൽ നടന്നു. സമ്മേളനത്തിന്റെ ഭാഗമായി രക്തസാക്ഷി പ്രമേയം, പുഷ്പാർച്ചന എന്നിവയും നടന്നു. മുതിർന്ന അംഗം KK മോഹനൻ പതാക ഉയർത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ഭാസ്കരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇനി യുവജനോത്സവ വാർത്തകളിലേക്ക്. ചേവായൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നു. 3 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിന്റെ 2ാം ദിനം പിന്നിട്ടപ്പോൾ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, UP വിഭാഗങ്ങളിൽ സിൽവർ ഹിൽസാണ് മുന്നിട്ട് നിൽക്കുന്നത്. LPയിൽ ശ്രീകൃഷ്ണവിലാസം LP സ്കൂളാണ് 1ാം സ്ഥാനത്ത്. ചേവായൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നു. 3 ദിവസങ്ങളായി നടക്കുന്ന കലോത്സവത്തിന്റെ 2ാം ദിനം പിന്നിടുമ്പോൾ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, UP വിഭാഗങ്ങളിൽ സിൽവർ ഹിൽസാണ് മുന്നിട്ട് നിൽക്കുന്നത്. LPയിൽ ശ്രീകൃഷ്ണവിലാസം LP സ്കൂളാണ് 1ാം സ്ഥാനത്ത്. സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ, NGO ക്വാർട്ടേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചോലപ്പുറത്ത് AUP സ്കൂൾ എന്നിവിടങ്ങളാണ് കലോത്സവ വേദികൾ. 2ാം ദിനത്തിൽ UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി അഷ്ടപതി, മോഹിനിയാട്ടം, കേരള നടനം, നാടോടി നൃത്തം, സംഘനൃത്തം, സ്കിറ്റ്, മൂകാഭിനയം, നാടകം എന്നിവയും LP വിഭാഗത്തിൽ ഭരതനാട്യം, സംഘനൃത്തം തുടങ്ങി 20 ഇനങ്ങളിലായി മത്സരങ്ങൾ നടന്നു. 22-നാണ് കലോത്സവം സമാപിക്കുന്നത്. സിറ്റി ഉപജില്ലാ സ്കൂൾ കലോത്സവ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും വിതരണം ചെയ്തു. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. ഉഷാദേവി ടീച്ചർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സിറ്റി ഉപജില്ലാ സ്കൂൾ കലോത്സവ വിജയികൾക്കുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. പ്രൊവിഡൻസ് സ്കൂളിൽ നടന്ന പരിപാടിയിൽ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. ഉഷാദേവി ടീച്ചർ വിതരണോദ്ഘാടനം നിർവഹിച്ചു.
കലോത്സവത്തിൽ കൂടുതൽ പോയിന്റുകൾ നേടിയ വിദ്യാലയങ്ങൾക്കും ഘോഷയാത്രയിൽ മികച്ച നിശ്ചല ദൃശ്യങ്ങൾ അവതരിപ്പിച്ച സ്കൂളുകൾക്കുമുള്ള ട്രോഫികളാണ് വിതരണം ചെയ്തത്. കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി, UP, LP വിഭാഗത്തിൽ സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളാണ് ഒന്നാം സ്ഥാനത്ത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ പ്രൊവിഡൻസ് സ്കൂളും ഒന്നാം സ്ഥാനത്തെത്തി. അറബിക് കലോത്സവത്തിൽ പരപ്പിൽ MM സ്കൂളും സംസ്കൃത കലോത്സവത്തിൽ മീൻചന്ത KK മിഷൻ UP സ്കൂളും ഒന്നാം സ്ഥാനത്തെത്തി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KP ശ്യാമള അധ്യക്ഷം വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ജസ്ലി മാത്യു, സിസ്റ്റർ റോസ PP, V ചന്ദ്രൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് KP രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. എഞ്ചിനീയേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള വാട്ടർ അതോറിറ്റി ഉത്തരമേഖലാ കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. ആഗോളവൽക്കരണ കാലത്ത് ജലം പോലും ലാഭകച്ചവടത്തിനു വേണ്ടി സ്വകാര്യവൽക്കരിക്കപ്പെടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എഞ്ചിനീയേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള വാട്ടർ അതോറിറ്റി ഉത്തരമേഖലാ കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. ജലവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി ജനോപകാരപ്രദമാക്കാൻ എഞ്ചിനീയർമാരുടെ സാധിക്കും. ആഗോളവൽക്കരണ കാലത്ത് ജലം പോലും ലാഭകച്ചവടത്തിനു വേണ്ടി സ്വകാര്യവൽക്കരിക്കപ്പെടുന്നുവെന്നും ജലസംരക്ഷണത്തിനായി വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ മുൻപോട്ട് വരുന്നത് അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. അംഗീകാരം നേടിയ, പിന്തുണ നേടിയ എഞ്ചിനീയേഴ്സിന്റെ പ്രബുദ്ധതയുടെ ആ പ്രബുദ്ധതയ്ക്ക് സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസപരമായ, ടെക്നോളജിക്കലായ, സോഷ്യലായ ജലവകുപ്പിന്റെ വസ്തുവകകളിലെ കയ്യേറ്റങ്ങൾ തടയുക, അന്യാധീനപ്പെട്ടുപോയ വസ്തുവകകൾ തിരിച്ചുപിടിക്കുക, ജലവകുപ്പ് ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും പ്രൊമോഷനും നിഷേധിക്കുന്ന നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങളാണ് കൺവെൻഷൻ ഉയർത്തിയത്. വർക്കിംഗ് പ്രസിഡന്റ് PS രാജീവ് അധ്യക്ഷം വഹിച്ചു. G അൻസിൽ, R ഗണേഷ്, C ജിതേഷ്, A രാജൻ, K ബാലകൃഷ്ണൻ, മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഒരിടവേള കൂടി. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകളിലേക്ക്. സേവന വഴിയിൽ പുതുചരിത്രമെഴുതി കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ശതാബ്ദി നിറവിൽ. ചെറിയ രൂപത്തിൽ തുടങ്ങി സംസ്ഥാനത്ത് തന്നെ തലയെടുപ്പുള്ള സഹകരണ സ്ഥാപനമായി വളർന്ന പ്രവർത്തന മികവുമായാണ് അർബൻ ബാങ്ക് 100ാം വാർഷികം ആഘോഷിക്കുന്നത്. കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ 100ാം വാർഷികാഘോഷത്തിന് ജനുവരിയിൽ തുടക്കമാകും. ഒരു വർഷം നീളുന്ന ആഘോഷത്തിന് വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു. നൂറുകണക്കിന് സഹകാരികളും രാഷ്ട്രീയ, സാമൂഹിക, വ്യാപാര പ്രവർത്തകരും പങ്കെടുത്ത ചടങ്ങിലായിരുന്നു സ്വാഗത സംഘ രൂപീകരണം. അർബൻ ബാങ്ക് പരിസരത്ത് ചേർന്ന യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് AT അബ്ദുള്ളക്കോയ അധ്യക്ഷം വഹിച്ചു. മുൻ സഹകരണ മന്ത്രി M കമലം ഉദ്ഘാടനം ചെയ്തു. MLA-മാരായ A പ്രദീപ് കുമാർ, പുരുഷൻ കടലുണ്ടി, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് M വീരാൻകുട്ടി, MK പ്രേംനാഥ്, അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദർരാജ്, NE ബാലകൃഷ്ണമാരാർ, അഡ്വക്കേറ്റ് M രാജൻ, K ഹസൻ കോയ, C മോഹനൻ, അഡ്വക്കേറ്റ് KP ബഷീർ, പ്രൊഫസർ ജോബ് കാട്ടൂർ, TV നിർമ്മലൻ, PK നാസർ, CP ഹമീദ്, C മോഹനൻ, ബാബു പറശ്ശേരി, ഗോപാലകൃഷ്ണൻ നായർ, C ദാമോദരൻ, KV സുരീൻ, ബാങ്ക് ജനറൽ മാനേജർ P രാകേഷ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് EB ഗോപകുമാർ, ഡയറക്ടർ ചന്ദ്രഹാസ് ഷെട്ടി എന്നിവർ സംസാരിച്ചു. തുടർന്ന് മജീഷ്യൻ പ്രദീപ് ഹുഡനയുടെ മാജിക്കും നടന്നു. ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ട്രേഡ് യൂണിയൻ നേതാക്കളും സഹകാരികളും അടങ്ങുന്നവർ രക്ഷാധികാരിയുള്ളതാണ് സ്വാഗത സംഘം. ചെയർമാൻ A പ്രദീപ് കുമാർ MLA-യും ജനറൽ കൺവീനർ AT അബ്ദുള്ളക്കോയയും ട്രഷറർ P രാകേഷുമാണ്. വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട്. കോഴിക്കോടൻ നാടകവേദിയിലൂടെ അഭിനയ രംഗത്തെത്തി ചലച്ചിത്ര ലോകത്ത് ദേശീയ പുരസ്കാരം വരെ നേടിയ അഭിനയ തറവാട്ടിലെ അമ്മയായ ശാന്താദേവിയെ നന്മ കോഴിക്കോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. അനുസ്മരണ ചടങ്ങിൽ ജീവിച്ചിരിക്കുന്ന കോഴിക്കോട്ടെ 7 കലാകാരന്മാരെ ആദരിച്ചു. പരിപാടി സാഹിത്യകാരൻ UA ഖാദർ ഉദ്ഘാടനം ചെയ്തു. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ ആഭിമുഖ്യത്തിൽ നടി കോഴിക്കോട് ശാന്താദേവി അനുസ്മരണം സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ കഥാകാരൻ UA ഖാദർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോടിന്റെ സഹൃദയത്വമായി ശാന്താദേവിയെപ്പോലുള്ള കലാകാരന്മാരെ വളർത്തിയതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അവരുടെ സ്മരണ മായാതെ സൂക്ഷിക്കുന്നുവെന്നത് ഈ സൗഹൃദത്തിന് തെളിവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്കൂൾ യുവജനോത്സവത്തിൽ മികച്ച നടിയെ തിരഞ്ഞെടുത്ത മേമുണ്ട ഹൈസ്കൂൾ വിദ്യാർത്ഥിനി D ഷഹനാസിന് ശാന്താദേവി പുരസ്കാരം UA ഖാദർ നൽകി. 2013-14 വർഷത്തെ
നന്മയുടെ ശാന്താദേവി പുരസ്കാരം നേടുന്ന ആദ്യത്തെ കലാകാരിയാണ് ഷഹന എംബാസ്. ആസ്വാദകന്റെ മനസ്സിൽ സ്ഥിരചിത്രമായി നിൽക്കുവാനുള്ള ഒരു വശ്യമായ അല്ലെങ്കിൽ അവാച്യമായ അത്ഭുതകരമായ ഒരു കഴിവ്, കലാപരമായ ഒരു ഔന്നിത്യം അവർക്കുണ്ടായിരുന്നു. സുന്ദരൻ കല്ലായി, സി വി ദേവ്, കെ പ്രഭാകരൻ, പപ്പൻ കോഴിക്കോട്, ജീവൻ തോമസ്, ക്ലാറൻസ് ഇൻഹാം സിംസൺ, ബീഗം റാബിയ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നടൻ മാമുക്കോയ ഉപഹാരം നൽകി. വിൽസൺ സാമുവൽ, കെ എസ് കോയ എന്നിവർ സംസാരിച്ചു. നന്മ സംസ്ഥാന ജനറൽ സെക്രട്ടറി മാധവൻ കുന്നത്തറ അനുസ്മരണ പ്രഭാഷണം നടത്തി. സിറ്റി മേഖലാ പ്രസിഡന്റ് ടി കെ വേണു അധ്യക്ഷം വഹിച്ചു. എം എ നാസർ, എം കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചേളന്നൂർ നൃത്തകലാലയത്തിന്റെ നൃത്തം, ഭഗവാൻ വേലായുധൻ, ജയകാന്തി എന്നിവരുടെ കുറത്തിയാട്ടം, എം ആർ ബാലന്റെ കുഞ്ഞുണ്ണിയേട്ടൻ, സിറ്റി മെഹാഫിലിന്റെ പഴയകാല നാടക സിനിമാ ഗാനാവതരണം എന്നിവയും നടന്നു. സദാചാര ഗുണ്ടായിസത്തിനെതിരെ നഗരമധ്യത്തിൽ സാംസ്കാരിക പ്രവർത്തകരുടെ ചുംബന കാവ്യ സായാഹ്നം. സദാചാര ഗുണ്ടായിസത്തിനും ഫാസിസത്തിനുമെതിരെയാണ് മാനാഞ്ചിറ പബ്ലിക് ലൈബ്രറി പരിസരത്ത് പ്രവർത്തകർ ചുംബന പ്രണയ കവിതകൾ അവതരിപ്പിച്ചത്. വൻ പോലീസ് സാന്നിധ്യത്തിലാണ് പരിപാടികൾ നടന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നാക്രമണങ്ങളെ സർഗാത്മക സമരങ്ങളിലൂടെ നേരിടുമെന്ന പ്രഖ്യാപനവുമായി ചുംബന കാവ്യ സായാഹ്നം സംഘടിപ്പിച്ചു. സദാചാര ഗുണ്ടായിസത്തിനും നവഫാസിസത്തിനുമെതിരെ സാംസ്കാരിക നായകർ തെരുവിൽ ചുംബന കവിതകൾ അവതരിപ്പിച്ച് പ്രതികരിച്ചു. കൊച്ചി മെറൈൻ ഡ്രൈവിൽ നടന്ന ചുംബന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോഴിക്കോട് പബ്ലിക് ലൈബ്രറി പരിസരത്താണ് ചുംബന കാവ്യ സായാഹ്നം സംഘടിപ്പിച്ചത്. പ്രണയത്തെക്കുറിച്ചും ചുംബനത്തെക്കുറിച്ചുമുള്ള കവിതകൾ പരിപാടിയിൽ ആലപിച്ചു. ചിത്രകാരന്മാരും ദമ്പതികളുമായ ബൈജിരാജും ലൈല ആസിസും ചേർന്ന് കവിത അവതരിപ്പിച്ചും പരസ്പരം ചുംബിച്ചുമാണ് കാവ്യ സായാഹ്നത്തിന് തുടക്കമിട്ടത്. എല്ലാ അരുതുകളെയും തുരത്തി ഓടിക്കുവാൻ, എല്ലാ അതിരുകളെയും തുടച്ചു നിർത്തുവാൻ സാധിക്കും. ഒരു തകർപ്പൻ ചുംബനത്തിന് സാധിക്കും. പ്രണയം ഒരു അപരാധമല്ല, ആവശ്യമാണ് എന്ന കവിതയാണ് ഇവർ അവതരിപ്പിച്ചത്. തുടർന്ന് സിവിക് ചന്ദ്രൻ കവിത ആലപിച്ചു. കപട സദാചാരങ്ങളെ തുടർന്ന് കാട്ടുന്ന മയിൽപീലി, എന്റെ കണ്ണുകളിൽ ഉമ്മ വെക്കരുത് എന്നീ കവിതകളാണ് സിവിക് ചന്ദ്രൻ അവതരിപ്പിച്ചത്. മെറൈൻ ഡ്രൈവിലെ സമരത്തെ അനുസ്മരിച്ച് കിസ് ഓഫ് ലവ് എന്ന കവിത അബ്ദുള്ള പേരാമ്പ്രയും, ചുംബനങ്ങളെ അശ്ലീലമായി മാത്രം കാണുന്ന സമൂഹ നിലപാടിനെക്കുറിച്ചുള്ള ആദിപുഷ്പം എന്ന കവിത ജലീൽ വേങ്ങേരിയും ആലപിച്ചു. പ്രണയമഴ, കടപ്പാട്, ഇഴജന്മം, തോൽവി, ഉത്തരം, ഒരുപാതി മറുപാതി, വഴി എന്നീ നുറുങ്ങ കവിതകളാണ് പി ആർ രതീഷ് അവതരിപ്പിച്ചത്. കാവ്യ സായാഹ്നത്തിൽ ടി വി ബാലൻ, മധു മാസ്റ്റർ, എം പ്രകാശൻ, കണ്ണൻ കൂത്താളി, ഷെഫീഖ്, സന്തോഷ് പാലക്കട, രജീഷ് ചേളാരി, ലിജുകുമാർ എന്നിവരും പങ്കെടുത്തു. വിനോദ് നമ്പ്യാർ മോഡറേറ്ററായിരുന്നു. പ്രകൃതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി സെമിനാർ സംഘടിപ്പിച്ചു. പ്രൊഫസർ ശോഭീന്ദ്രൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജനങ്ങൾക്ക് ശുദ്ധവായുവും ശുദ്ധജലവും ശുദ്ധഭക്ഷണവും ലഭ്യമാക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു. പശ്ചിമഘട്ട മലനിരകളുടെ നാശം സൃഷ്ടിക്കുന്ന ശുദ്ധജല ശുദ്ധവായു ശോഷണവും അത് ജനസമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ആഘാതവും ചർച്ച ചെയ്യുന്നതിന് പരിസ്ഥിതി സെമിനാർ സംഘടിപ്പിക്കുന്നു. ശുദ്ധജല ശുദ്ധവായു ലഭ്യത പൗരന്റെ മൗലിക അവകാശമാണെന്നും ഇവയുടെ ലഭ്യത ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും ഇവ വനനശീകരണം മൂലവും സഹ്യപർവ്വതങ്ങളുടെ നാശം മൂലവും അന്യം വന്നുകൊണ്ടിരിക്കുകയാണെന്നും പരിസ്ഥിതി പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു. പരിസ്ഥിതി സംരക്ഷണ സമിതി നേതൃത്വത്തിൽ ശിക്ഷസതിൽ നടന്ന പരിസ്ഥിതി സെമിനാർ പ്രൊഫസർ ശോഭീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വി ടി പത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ അമൃത്, വർഗീസ് വട്ടേക്കാട്ടിൽ, ടി ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. ടി വി രാജൻ അധ്യക്ഷം വഹിച്ചു. രമേഷ് ബാബു പി സ്വാഗതവും മുഹമ്മദ് ബഷീർ ടി നന്ദിയും പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ. KMCT ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽപ്പെട്ട KMCT ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ മൂന്നാമത്തെ ബാച്ചിന്റെ ബിരുദദാന ചടങ്ങ് നവംബർ 22-ന് കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൽ സലാം നിർവഹിക്കും. ഇതിനോടനുബന്ധിച്ച് രാവിലെ മുതൽ സെമിനാറുകൾ നടത്തപ്പെടുമെന്നും KMCT ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ഡോക്ടർ കെ മൊയ്തു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലാ ഭരണകൂടം സംഘടിപ്പിക്കുന്ന ഹരിതോത്സവം പദ്ധതിയുടെയും കോഴിക്കോട് കോർപ്പറേഷന്റെയും കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെയും സഹകരണത്തോടെ നഗരത്തിലെ ജൈവ കർഷകരുടെ കൂട്ടായ്മയായ ഗ്രീൻ വ്യൂ കോർപ്പറേഷൻ പരിധിയിലെ എല്ലാ വീടുകളിലും അടുക്കളത്തോട്ടം എന്ന ലക്ഷ്യവുമായി പച്ചവണ്ടി പ്രയാണം തുടങ്ങുന്നു. നവംബർ 24-ന് രാവിലെ 11 മണിക്ക് മേയർ AK പ്രേമജവും ജില്ലാ കളക്ടർ CA ലതയും ചേർന്നാണ് കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ മുന്നിൽ വെച്ച് പച്ചവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുന്നത്. ഉള്ളാട്ടിൽ ശ്രീ ഭുവനേശ്വരി ക്ഷേത്ര പരിപാലന സമാജത്തിന്റെ മൂന്നാമത് ശ്രീമദ് അയ്യപ്പ ഭാഗവത പഞ്ചാഹ യജ്ഞം നവംബർ 25 മുതൽ 30 വരെ നടക്കും. അഡ്വക്കേറ്റ് ശശിധരൻ KN ഉദ്ഘാടനം ചെയ്യുമെന്ന് പഞ്ചാഹ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ പറഞ്ഞു. ആധ്യാത്മിക ആചാര്യൻ AK B നായരാണ് യജ്ഞാചാര്യൻ.
മർക്കസ് ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഒരു പഠന ദിനം കൂടി നൽകുന്നു. ബാക്ക് ടു മർക്കസ് ഹൈസ്കൂൾ ക്ലാസ് ഇൻ ബീച്ച് മീറ്റ് 2014 എന്ന ക്ലാസ് പുനഃക്രമീകരണം ഡിസംബർ 14 രാവിലെ മുതൽ വൈകുന്നേരം 5 മണി വരെ നടക്കും. 1985 മുതൽ 2014 വരെ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ 30 ബാച്ചുകളിൽ നിന്നായി 300ഓളം വരുന്ന SSLC ക്ലാസുകളാണ് പുനഃക്രമീകരിച്ചിരിക്കുന്നത്. വർണ്ണം 2014 ജലഛായ ചിത്രരചനാ മത്സരം നവംബർ 23 രാവിലെ 10 മണിക്ക് കൊയിലാണ്ടി MG കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊയിലാണ്ടി നഗരസഭ, ചെങ്ങോട്ടുകാവ്, ഉള്ളേരി, അരിക്കുളം, മൂഴാടി എന്നീ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പരിധിക്കുള്ളിലെ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മത്സരിക്കാം. 4 മുതൽ 7ാം ക്ലാസ് വരെയുള്ള ജൂനിയർ തലം, 8 മുതൽ 10 വരെയുള്ള സീനിയർ തലം എന്നീ 2 വിഭാഗങ്ങളിലായാണ് മത്സരം. പ്രത്യേക അപേക്ഷ ഫോറം പൂരിപ്പിച്ച് 30 രൂപ രജിസ്ട്രേഷൻ ഫീസോടുകൂടി സംഘാടകരെ ഏൽപ്പിക്കണം. മത്സരത്തിന്റെ ദൈർഘ്യം 2 മണിക്കൂറാണ്. രവീന്ദ്രൻ, കൊമ്മത്ത്, MV മനോഹരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജനകീയ ഔഷധ നയത്തിനു വേണ്ടി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന സംസ്ഥാന ജാഥയ്ക്ക് കൊയിലാണ്ടി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകി. കെ ബാലകൃഷ്ണ മാസ്റ്റർ, PK രഘുനാഥൻ, CP സുരേഷ്, PT നാസർ, ഡോക്ടർ ജയശ്രീ, TP കുഞ്ഞിക്കണ്ണൻ എന്നിവർ സ്വീകരണ യോഗത്തിൽ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഞങ്ങളുടെ വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഞ്ചാവ് വിൽപ്പന. നഗരത്തിൽ എക്സൈസ് സംഘത്തിന്റെ പരിശോധന കർശനമാക്കുന്നു. ഈ വർഷം പിടിച്ചെടുത്തത് 10 കിലോയിലധികം കഞ്ചാവ്. ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിച്ച റോബോട്ടുകൾ കുട്ടികൾക്ക് മുമ്പിൽ. എഡ്യൂടെക്കിന്റെ റോബോട്ടിക് പഠന ക്ലാസ് ശ്രദ്ധേയമായി. പ്രിസം പദ്ധതി സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുമെന്ന് പ്രദീപ് കുമാർ MLA. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്ന കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം ഈ മാസം 24 ഉദ്ഘാടനം ചെയ്യും. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.